ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ വെയ്റ്റ്ലെസ് ലിക്വിഡ് മാറ്റിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. അതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്, ഷെയ്ഡ് നമ്പർ 15 ചോക്ലേറ്റ് സിറപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 താഴെയാണ് കേട്ടോ. 135 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഭയങ്കര വലിയ മണമോ കാര്യങ്ങളൊന്നുമില്ല, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മണമല്ല. ഒരു മണമുണ്ട്, പക്ഷേ ഇറിറ്റേറ്റിംഗ് ഒന്നുമല്ല. ഇതൊരു ബ്രൗൺ കളറിലാണ് വരുന്നത്. ഭയങ്കര ബ്രൗൺ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഇത് കയ്യിൽ ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കളർ എന്ന് പറയുന്നത്. പക്ഷെ ലിപ്സിലിടുമ്പോൾ ഈ കളറായിട്ടല്ല നമുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു കളർ കാണാനാണ് ഞാൻ കയ്യിൻ്റെ ഇവിടെ ഇട്ട് കാണിച്ചത് കേട്ടോ. കയ്യിലിടുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇനി ഞാൻ ലിപ്സിലിട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ആവണത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാവണം. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ ലിപ്പിൽ ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡസ്കി ടു ഡീപ്പ് സ്കിന്നിന് ചേരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡസ്കി സ്കിന്നിന് ഒരു ന്യൂഡായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഡീപ്പ് സ്കിന്നിന് ഇത് വാഷ് ഔട്ട് ആവും കേട്ടോ. ഡീപ്പ് സ്കിന്നിന് ഇത് എന്തായാലും വാഷ് ഔട്ട് ആവും. ചിലപ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു കളർ കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഡസ്കി സ്കിന്നിന് ഇത് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു കളറാണ്. ന്യൂഡായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കളറാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഇട്ടിട്ട് കണ്ടോ, അത്യാവശ്യം ന്യൂഡായിട്ട് വർക്ക് ചെയ്യണ പോലെ എനിക്ക് തോന്നി. ലിപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇതാണ് കളർ എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ലിപ്പിൽ ഡയറക്റ്റായിട്ട് കാണുമ്പോഴും തോന്നുന്നത് കേട്ടോ. ഭയങ്കര ന്യൂഡായിട്ട് വർക്ക് ചെയ്യണതാണ്. ഇനി നമുക്കിത് സ്മഡ്ജ് പ്രൂഫ് ആണോ വാട്ടർ പ്രൂഫ് ആണോ എന്നൊക്കെ നോക്കാം. ഞാൻ നേരത്തെ സ്വാച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്വാച്ചും കൂടി ചെയ്യാൻ കേട്ടോ. കാരണം അപ്പം തന്നെ ഇട്ടത് മാഞ്ഞു പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അത് മായ്ച്ചപ്പോൾ മാഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. രണ്ടും മാഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം സമയം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫാണ്. നമുക്ക് സ്മഡ്ജ് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്. നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ കയ്യിൽ പോരുന്നൊന്നുണ്ടായിരുന്നില്ല. കണ്ടോ, കയ്യിൽ അങ്ങനെ പോരുന്നൊന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് നോക്കുകയാണ് സ്മഡ്ജ് ആവണുണ്ടോയെന്ന്. അപ്പോൾ വാട്ടർ പ്രൂഫ് ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ആക്കിയിട്ട് പോരുന്നൊന്നുണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. എന്തെങ്കിലും ചുണ്ടിലിട്ടെന്നുള്ളൊരു ഫീലും ഇല്ല. പക്ഷെ നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ലിപ്പ്. അപ്പോൾ എനിക്കിത് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. ഈ കളറാണെങ്കിലും ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് കളറാണ് കേട്ടോ. എനിക്ക് ന്യൂഡാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടും എൻ്റെ കയ്യിൽ ഇതാണ് കൂടുതലായിട്ടും കളറുള്ളത്. ഇത് നമ്മുടെ ഒരു സുഡിയോൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂഡാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡ്. അതിൻ്റെ പോലത്തെ ഒരു സിമിലാരിറ്റി ഉള്ളൊരു കളറാണ് കേട്ടോ അത്. ഇതിപ്പോൾ ഞാൻ ഒരു ബ്രൗൺ ലിപ് ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ കൂടെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്രൗൺ ലിപ്പ് ലൈനർ ഞാനൊന്ന് ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നി. അത് ഇഷ്ടമായി. രണ്ടും എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇത് നേരത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ടില്ലേ ഈ ഒരു ലിപ്പ് കളറ്. എനിക്കിത് ഇഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ ലിപ്പിലിങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ചുണ്ടും അങ്ങനെ ആക്കില്ലേ, അപ്പോൾ അത് മേളത്തെ ലിപ്സിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ അല്ല, ഇട്ടപ്പം തന്നെ ഉണങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അപ്പുറത്തെ മേൽചുണ്ടെന്ന് കീഴ്ചുണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണതാണിത്. എങ്ങനെയായാലും എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട്. ഇത് എല്ലാ സ്കിന്നിനും ചേരുമെന്ന് ചോദിച്ചാൽ ഡീപ്പ് സ്കിന്നിനാണെങ്കിൽ ഇത് ഇച്ചിരി വാഷ് ഔട്ട് ആവും. ഒരു ഡീപ്പ് ബ്രൗണും കൂടി ചേർത്ത് ഓക്കെ ആവുണ്ടാവും. ഫെയർ സ്കിന്നിന് കുറച്ച് ഡാർക്ക് ആവും. മീഡിയം സ്കിന്നിന് ന്യൂഡായിട്ട് ചേരും.